സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അപകടത്തിന് കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ അക്കമിട്ട് നിരത്തിയ പ്രമേയ അവതാരകൻ നജീബ് കാന്തപുരം റോഡുകളിലൂടെയുള്ള യാത്ര യുദ്ധഭൂമിയിലേതുപോലെയാണെന്ന് പരിഹസിച്ചു. ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾ നിഷേധിച്ച പൊതുമരാമത്ത് മന്ത്രി ഭൂരിഭാഗം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് മറുപടി നൽകി. ഒരു കാര്യം ഉറപ്പായും പറയാനാകും, സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ യോഗവും മറ്റു കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. കേരളത്തിലെ റോഡുകൾ ഏറ്റവും മോശമായി കിടക്കുന്ന സമയം ഇതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ്. LSTDയിൽ നിന്ന്, EWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. മന്ത്രിയുടെ വിശദീകരണത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.